ബിസിനസ് വിശേഷങ്ങളും വാർത്തകളുമായി മണി വാച്ചിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇവ സംസ്കരിക്കുന്നതിന് നിരവധി പദ്ധതികളുണ്ട്. ചില പദ്ധതികൾ വിജയിച്ചിട്ടുണ്ട്, മറ്റു ചില പദ്ധതികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയുമായി യുവ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ രംഗത്ത് വന്നിരിക്കുന്നു. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇന്ന് കവർ സ്റ്റോറിയിൽ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പരിസ്ഥിതിയെ തകർക്കുന്നു എന്ന് മാത്രമല്ല, ഭരണാധികാരികളുടെ എക്കാലത്തെയും തലവേദനയാണ്. നഗര ഗ്രാമ പ്രാന്ത പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. ഇത്തരം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏതാനും പദ്ധതികൾ വിജയിക്കുകയും വലിയൊരളവ് പദ്ധതികൾ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് പ്ലാസ്റ്റിക് കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കാം എന്ന സാങ്കേതിക വിദ്യയുമായി ഏതാനും എഞ്ചിനീയറിംഗ് യുവാക്കൾ രംഗത്ത് വരുന്നത്. നമ്മുടെ വേസ്റ്റ് പ്ലാസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് ഫുഡ് പാത്തിലും നമ്മുടെ വീടുകളിലെ മുറ്റത്തൊക്കെ ഇടുന്ന ഇന്റർലോക്കിംഗ് പേവും ബ്രിക്സ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ, നമുക്ക് ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കുക ചെയ്തു. സോ ഇത് ഒരു ഒരു പുതിയ ഇൻവെൻഷനാണോ? അല്ല. ഇത് നമ്മുടെ ഔട്ട്സൈഡ് ഇന്ത്യ പല രാജ്യങ്ങളിലും പരീക്ഷിച്ചിട്ടുണ്ട്. അവരുടേതായ അവിടുത്തെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. ആ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടും അതിന് ഇവിടെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ വളരെ കുറച്ച് രീതിയിൽ അവൈലബിൾ ഉള്ളതുകൊണ്ടും നമ്മൾ നമ്മുടേതായ മിക്സ്ചർ ഉണ്ടാക്കി അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ സർട്ടിഫൈ ചെയ്തെടുക്കുക ചെയ്തു. സമൂഹത്തിന് ഗുണകരമാകുന്ന ഒരു പുതിയ പദ്ധതി എങ്ങനെ വിജയകരമായി നടപ്പിലാക്കാം എന്നതിന്റെ അന്വേഷണത്തിലാണ് പ്ലാസ്റ്റിക് ഇഷ്ടിക എന്ന ആശയത്തിലേക്ക് ഇവർ എത്തുന്നത്. നിലവിലെ സ്വകാര്യ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ചാണ് പുതിയ ആശയത്തിന് ഇവർ രൂപം നൽകിയത്. വി ഹാഡ് എ ഫീലിംഗ്, ഞങ്ങൾ എല്ലാവർക്കും ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു പുതിയത് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം, അത് എല്ലാവർക്കും ഒരു നന്മ ചെയ്യുന്ന ഒരു പുതിയ കാര്യം ചെയ്യണം എന്നൊരു ഒരു ബേണിംഗ് പാഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. സോ വി വർ ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഫ്രം കോളേജ്. ഞങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ടേ, കോളേജിലെ ഫസ്റ്റ് ഇയർ തൊട്ടേ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, അന്ന് ഞങ്ങൾക്ക് ഒരു കമ്പനി ഫോം ചെയ്യണം എന്നൊക്കെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ചെയ്തെന്താ വെച്ചാൽ, ഞങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് കമ്പനിയാണ് ഫോം ചെയ്യേണ്ടത്, അതിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. സോ ഞങ്ങളുടെ വിഷൻ എന്താ വെച്ചാൽ, ചലഞ്ചസ്, സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു സൊല്യൂഷൻ, അതിന് ടെക്നിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയായിരുന്നു ഞങ്ങൾ അതിനെ വിഭാവന ചെയ്തത്. ആശയം രൂപപ്പെട്ടതു മുതൽ അതിനുള്ള തയ്യാറെടുപ്പുകളും ഇവർ നടത്തി. എഞ്ചിനീയറിംഗ് ബിരുദധാരികളായ കെവിൻ, അർജുൻ, സഫിൻ, ഭാഗ്യലക്ഷ്മി, ഗീതാഞ്ജലി തുടങ്ങി 12 പേരാണ് ഈ പദ്ധതിക്കായി മുന്നിൽ പ്രവർത്തിക്കുന്നത്. വീടിന്റെ പിന്നാമ്പുറമാണ് ഇവരുടെ പരീക്ഷണശാല. ഇവർ തന്നെ രൂപകൽപ്പന ചെയ്ത ചേംബറിൽ നിശ്ചിത അളവിലും താപനിലയിലും തയ്യാറാക്കിയ മിശ്രിതത്തിലേക്ക് ചെറുതാക്കിയെടുക്കുന്ന പ്ലാസ്റ്റിക് നിക്ഷേപിച്ച് ചൂടാക്കുന്നു. നിശ്ചിത താപനില എത്തിക്കഴിയുമ്പോൾ തയ്യാറാക്കിയ മോഡ്യൂളിലേക്ക് മിശ്രിതം പകർന്ന് നിലത്ത് പാകുന്ന ഇഷ്ടിക രൂപത്തിലാക്കിയെടുക്കുന്നു. സോ നമ്മളിവിടെ ഉപയോഗിച്ചതെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ ഗ്രേഡ്സ് ഓഫ് പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ ഗ്രേഡ്സ് ഓഫ് പ്ലാസ്റ്റിക് കിട്ടുന്ന പറഞ്ഞാൽ തെർമോസെറ്റിംഗ് അല്ലാത്ത പ്ലാസ്റ്റിക്കുകൾ എല്ലാം നമുക്ക് ഉപയോഗിക്കാം. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലാം ഉപയോഗിക്കാൻ പറ്റും. അത് ഉപയോഗിച്ച് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് കുഴച്ചെടുത്താൽ, അത് എല്ലാം കൂടി ഒരുമിച്ച് ഇതിൽ മിക്സ് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. സോ ഇതിലിപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റിൽ കുറച്ച് ഡേർട്ട് ഉണ്ടെങ്കിലോ, കുറച്ച് എന്താ പറയുക ചെളി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ വേസ്റ്റുകൾ ഉണ്ടെങ്കിലോ നമുക്ക് ഇത് വീണ്ടും ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിർമ്മിച്ചെടുത്ത ഇഷ്ടികയുടെ ഗുണനിലവാരം ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. നിലവിൽ ഉപയോഗിക്കുന്ന മറ്റ് ഇഷ്ടികളേക്കാൾ മികച്ചതാണ് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിക്കുന്ന ഇഷ്ടിക എന്ന് ഇവർ കണ്ടെത്തി. ബ്രിക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തത് കുസാറ്റിന്റെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ്. അവിടെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ നമുക്ക് സാധാരണ ഇന്റർലോക്കിംഗ് ബ്രിക്സിന്റെ കംപ്രഷൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അതായത് ആവറേജ് 30 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്, 30 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ് വേണ്ടത്. നമുക്ക് കിട്ടിയത് 27 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്, വിത്തൗട്ട് യൂസിങ് കട്ടിംഗ് ടെക്നോളജി. നമ്മൾ യൂസ് ചെയ്തത് ഹൈഡ്രോളിക് പ്രസ് യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ കാര്യങ്ങൾ യൂസ് ചെയ്താൽ വി കോൺഫിഡന്റ് ദാറ്റ് വി ക്യാൻ ആക്ച്വലി റേസ് ദ സ്ട്രെങ്ത് ഓഫ് ദ പ്ലാസ്റ്റിക് ബ്രിക്സ് 30 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിന് മുകളിലോട്ട് നമുക്ക് റേസ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. പിന്നെ നമുക്ക് ബ്രിക്കിന്റെ ടെസ്റ്റ് 3 രീതിയിലാണ് ചെയ്യുക. ഒന്ന് ഫ്ലെക്സറൽ ടെസ്റ്റ്, അതായത് ബ്രിക്ക് വളയുന്ന രീതിയിൽ. ഒന്ന് കംപ്രഷൻ ടെസ്റ്റ്, അത് കംപ്രസ് ചെയ്ത് പൊട്ടിച്ചു നോക്കുന്ന എത്ര വാല്യൂലാണ്. അടുത്ത് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ്. ഞങ്ങളുടെ ബ്രിക്ക് is 10 times better than അതെന്ന് പറയാം. കാരണം നമുക്ക് കിട്ടിയ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റിന്റെ റിസൾട്ട് is less than 1%. So it's actually way better than other brick. ആധുനിക സാങ്കേതിക വിദ്യയുടെ അഭാവത്തിൽ
തികച്ചും പരീക്ഷണാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഇഷ്ടികയാണ് ലാബിൽ പരീക്ഷണത്തിനായി വിധേയമാക്കിയത്. എന്നാൽ ആധുനിക യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്താൽ ഇഷ്ടിക നിർമ്മിക്കുകയാണെങ്കിൽ ഇതിലും ഉറപ്പും ഗുണമേന്മയും കൈവരിക്കാനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഹോപ്പ്ഫുള്ളി ഞങ്ങൾ ഒരു വിത്തിൻ 1 monthസിനുള്ളിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു മെഷീൻ ആയിട്ട് കൊണ്ടുവരും. സോ വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് വി ആർ ട്രൈങ് ടു അപ്രോച്ച് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഗവൺമെന്റ് ബോഡീസ്. ഞങ്ങൾക്ക് ഇത് മെഷീൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കുറച്ച് ചിലവുണ്ട്. അപ്പോൾ ഈ ഒരു ചിലവ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഫണ്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഗവൺമെന്റ് ബോഡീസിനും ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ സമീപിക്കുകയാണ്. സോ ഇഫ് ദേ ആർ ഏബിൾ ടു ഹെൽപ്പ് us ഓർ മേ ബി ഇഫ് വി ആർ ഏബിൾ ടു help ourselves do this, we can actually bring a crack towards this plastic waste challenge. വിവിധ തരം പ്ലാസ്റ്റിക്കുകളാണ് മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിൽ എത്തപ്പെടുന്നത്. ഇത് തരംതിരിച്ചാണ് ഇഷ്ടിക നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത്. യന്ത്ര സംവിധാനത്തോടെ പദ്ധതി നടപ്പിലാക്കാനായാൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഇത്തരം യൂണിറ്റുകൾ സ്ഥാപിക്കാനാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഇനിയാണ് ഞങ്ങളുടെ ഒരു മേജർ ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ വരുന്നത്. ഞങ്ങൾ എഞ്ചിനീയേഴ്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വർക്ക് ഈ ബ്രിക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെഷീൻ ഡിസൈൻ ചെയ്യാം. ആ മെഷീൻ ഡിസൈനിങ് ഫേസിലാണ് ഞങ്ങളിപ്പോൾ. ഇപ്പോൾ ഇത് ഡിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മുനിസിപ്പാലിറ്റീസ്, പഞ്ചായത്ത്സ് എല്ലാവർക്കും അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഇന്ത്യ ഇത് സക്സസ്ഫുൾ ആണെങ്കിൽ ത്രൂ ഔട്ട് ഇന്ത്യ നമുക്ക് ഈ മെഷീനറി ഓരോ ലോക്കൽ ഗവർണിംഗ് ബോഡീസിനും സപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു മെഷീനറി. ആ മെഷീനറി അവിടെ കൊടുത്താൽ അവിടെ ആയ വേസ്റ്റ് പ്ലാസ്റ്റിക് നെറ്റ്വർക്ക് ഓൾറെഡി നമുക്ക് എക്സിസ്റ്റിംഗ് കേരളത്തിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാം. അങ്ങനെ നെറ്റ്വർക്ക് ഉണ്ടാക്കിയ ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഈ പ്ലാസ്റ്റിക്കും നമ്മുടെ ഈ മെഷീനിലാത്ത പ്ലാസ്റ്റിക്കും നമ്മുടെ ഇൻഗ്രീഡിയൻസ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്രിക്സ് പുറത്ത് വിട്ടുവിടും. അപ്പോൾ ആ ലോക്കൽ ഗവർണിംഗ് ബോഡീസിന് അവരുടെ ഇതിലുള്ള കൺസ്ട്രക്ഷൻ പർപ്പസിന് അത് ഉപയോഗിക്കുകയും ചെയ്യാം. ചേംബറിൽ പ്ലാസ്റ്റിക് ഉരുകുമ്പോൾ പുറത്തുവരുന്ന വാതകം തണുപ്പിക്കൽ പ്രക്രിയയിലൂടെ എണ്ണയായി രൂപാന്തരപ്പെടുത്താനാകും. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് ഉപയോഗിക്കാനാകുമെന്നാണ് ഈ യുവ എഞ്ചിനീയറിംഗ് ബിരുദധാരികളുടെ പ്രതീക്ഷ. വാതകം ദ്രവരൂപത്തിലേക്ക് മാറ്റുന്നതോടെ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകില്ലെന്നും വിലയിരുത്തപ്പെടുന്നു. പ്ലാസ്റ്റിക് ഇഷ്ടികകൾ പൊട്ടിയാൽ അവ വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഇഷ്ടികയാക്കി മാറ്റാൻ കഴിയും. അതുവഴി പാരിസ്ഥിതിക സംരക്ഷണം ഉറപ്പുവരുത്താനാകുമെന്നും ഇവർ പറയുന്നു. പ്ലാസ്റ്റിക് നിരോധനം ഒരു ശാശ്വത പരിഹാരമല്ല എന്നാണ് ഈ യുവാക്കളുടെ അഭിപ്രായം. പ്ലാസ്റ്റിക്കിന് പകരം പേപ്പർ ഉപയോഗിച്ചാൽ വനനശീകരണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. അതിനാൽ പ്ലാസ്റ്റിക്കിന്റെ പുനരുപയോഗം ഫലപ്രദമാക്കണമെന്ന ആശയമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. പ്ലാസ്റ്റിക് ബാൻ ചെയ്യുമ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരുന്ന പേപ്പർ അല്ലെങ്കിൽ ക്ലോത്ത് എക്സ്പെൻസീവ് ആണ് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പേപ്പറിന്റെ കാര്യം എന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് എന്താ വെച്ചാൽ 1 kilo പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ 1000 kilo ഗ്രോസറി പാക്ക് ചെയ്യാം. പക്ഷേ 50 kilo പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ 50 kilo പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 1000 kilo ഗ്രോസറീസ് ഇംപെർഫെക്റ്റ് ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു പ്രോപ്പർ സ്റ്റാറ്റിക്സ് ആണ്. ഇതിനോട് നമ്മൾ കണ്ണടച്ചിട്ടാണ് പ്ലാസ്റ്റിക് ബാൻ ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് ബാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എത്ര കിലോ പേപ്പർ വേണ്ടി വരും നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാനായിട്ട്? ലോങ് റണ്ണിൽ അത് ആക്ച്വലി ഡിഫോറസ്റ്റേഷൻ ഉണ്ടാക്കുകയും ചെയ്യാം. സോ നമുക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പേപ്പർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരാണെങ്കിൽ നമുക്ക് ഡിഫോറസ്റ്റേഷൻ കുറേ വേണ്ടി വരും. കാരണം എല്ലാവർക്കും അറിയാം പേപ്പർ ഉണ്ടാക്കുന്നത് മരങ്ങളിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഗ്ലോബൽ വാർമിംഗിന്റെ എഫക്ട്സ് നമ്മൾ ശരിക്കും അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ദീർഘവീക്ഷണം അല്ലാതെ പ്ലാസ്റ്റിക് ബാൻ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ 10 years down the line നമ്മൾ ദുഃഖിക്കും.